ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം. ജീവിതത്തിൽ നമ്മൾ നിത്യവും ഏറ്റുമുട്ടുന്ന അനേക വ്യക്തികളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ചിലപ്പോഴിങ്ങനെ ഏറ്റുമുട്ടേണ്ടി വരുന്നു? ഒത്തിരിയേറെ മനുഷ്യർ ദുഃഖമനുഭവിക്കുന്ന ഒരു മേഖലയാണ് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മേഖല. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാമായിരുന്നു. ഞാൻ ആരോടെങ്കിലും പിണങ്ങി വാശിയിലും വൈരാഗ്യത്തിലും ഇരിക്കുകയാണെങ്കിൽ വാശിയിൽ നമ്മൾ അതങ്ങനെ തന്നെ പോകട്ടെ, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒഴിവായി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ആ ഗാംഭീര്യവും എൻ്റെ അഹങ്കാരവും അതൊഴിവായി കിട്ടുന്നതിലേക്കുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്, തിന്മയുടെ ശക്തി ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങളെയും നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പാപമാണ് നമ്മുടെ വെറുപ്പും വിദ്വേഷവും എന്ന് പറയുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, എന്നാൽ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. യോഹന്നാൻ ശ്ലീഹായ്ക്കൊരു പ്രത്യേകതയുണ്ട്. സ്നേഹത്തിൻ്റെ ശിഷ്യനായിട്ടാണ് യോഹന്നാൻ ശ്ലീഹായെ കാണുന്നത്. കാരണം കർത്താവിൻ്റെ അന്ത്യ അത്താഴ സമയത്ത് ഈശോയുടെ മാറിൽ ചാരിക്കിടന്ന് ഈശോയുടെ ആ ദുഃഖങ്ങളും ആ സഹനത്തിൻ്റെ എല്ലാ ഭാരങ്ങളും ആ മാറോട് ചേർന്ന് കിടന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് യോഹന്നാൻ ശ്ലീഹ. അപ്പോൾ അദ്ദേഹമാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ സഹോദര സ്നേഹത്തിൽ നമ്മൾ പുലർത്തേണ്ട ചില മാന്യതകളെക്കുറിച്ച്. അദ്ദേഹം പറയുന്നത് താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, എന്നാൽ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. ഒരുപാട് പേരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട്. അയൽപക്കങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ പോലും, സ്കൂളിലെ കുഞ്ഞുങ്ങൾ പോലും ഒക്കെ ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അടിമകളാണ് ഇന്ന്. നമ്മെ ചിലപ്പോഴെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇത്. വെറുപ്പും സഹോദരങ്ങളോടുള്ള ബന്ധങ്ങളും. ഇത് മുഴുവനും എൻ്റെ ജീവിതത്തിൽ എനിക്കെൻ്റെ സഹോദരങ്ങളോടും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തോടും മാന്യമായി പെരുമാറാനും ഈ പ്രശ്നങ്ങൾ അവരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിലില്ലാതിരുന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പറയും. നമ്മെ കുറ്റം പറയുന്നവരുണ്ട്, നമ്മളെ പരിഹസിക്കുന്നവരുണ്ട്, നമുക്ക് നിത്യവും ദ്രോഹം വരുത്തുന്നതുണ്ട്, ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ദ്രോഹങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുത്തുന്നവരുണ്ട്. ഇങ്ങനെ നീളുകയാണ് നമ്മുടെ വിഷമങ്ങൾ. ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം നിർദ്ദേശിക്കുവാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കേട്ട് കഴിയുമ്പോൾ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. കാരണം പല പ്രശ്നങ്ങളും ദൈവം തന്നെ പരിഹരിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ പലപ്പോഴും ഈ ഭാരങ്ങളുമായിട്ട് നമ്മൾ നീങ്ങി പോവുകയാണ്. നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ നമുക്ക് വിഷമമാണ്, ഇതെങ്ങനെ കൈകാര്യം ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കാനായി കണ്ണടയ്ക്കുമ്പോഴും പ്രാർത്ഥിക്കാനായി വീട്ടിലിരിക്കുമ്പോഴും ദേവാലയത്തിൽ വരുമ്പോഴും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ വരുമ്പോഴും
നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്നും ചെയ്യാൻ ഞാൻ അശ്രദ്ധനാകുന്നു, ഞാൻ ആകപ്പാടെ അസ്വസ്ഥനാകുന്നു, സ്വസ്ഥമായിരുന്നൊരു പ്രസംഗം കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ചില പ്രസംഗങ്ങളും ചില ധ്യാനത്തിൻ്റെ ടോക്കുകളുമൊക്കെ കേൾക്കുമ്പോൾ ഇതെന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ കല്ല് പോലെ ഈ തിന്മ കിടപ്പുള്ളതുകൊണ്ട്. എന്തുകൊണ്ട് നമ്മളിതുകൊണ്ട് കുടുക്കിലാകുന്നു? ഇത് തിന്മയുടെ ശക്തി നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഒരു വല കൊണ്ട് പൊതിയുന്നത് പോലെ പൊതിഞ്ഞ് ഇടുകയാണ്. ഈ വലകൾ തകർത്ത് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കൂ. നമ്മുടെ ആത്മവീര്യങ്ങളും നമ്മുടെ ഒരുപാട് ചിന്തകളും വ്യർത്ഥമായിട്ട് നമ്മളെ ദുരഭിമാനങ്ങളാക്കി, ദുരഭിമാനമാകുന്ന വലിയ വലയിൽ നമ്മളെ അങ്ങ് പൊതിയുകയാണ്. പട്ടുനൂൽപ്പുഴു മുട്ടയിട്ട് കൂട്ടുന്ന പോലെ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് വിഷമമാണ്. അതിൻ്റെ വള്ളികൾ നമ്മൾ മുറിച്ച് കളയണയും തിന്മയുടെ ശക്തി നമ്മളെ വലിച്ച് ചുരുട്ടിക്കൂട്ടി വെക്കുന്ന ഈ വലിയ വലയുടെ കണ്ണികൾ നമ്മൾ മുറിച്ച് കളഞ്ഞ് നമുക്കിതിൽ നിന്ന് പുറത്തു വരാനായിട്ട് തിന്മയാണ് ഇതിൻ്റെ പിന്നിലെ ഏറ്റവും ശക്തമായ പൈശാചിക ശക്തിയുടെ ഒന്നാന്തരം പ്രവർത്തന ഫലമാണ് നമ്മൾ ഈ കുടുക്കിൽ അകപ്പെടാനുള്ള കാരണം നമ്മുടെ ചിന്തയിലൂടെ നമ്മുടെ ദുരഭിമാനത്തെ ഇവൻ വർദ്ധിപ്പിക്കുന്നു. ഒരിക്കലും നീ തോറ്റുകൊടുക്കാൻ പാടില്ല എന്ന് തിന്മയുടെ ശക്തി നമ്മെ ഉപദേശിക്കുകയാണ്. ഒരിക്കലും നീ വിട്ടുകൊടുക്കരുത്. നീ വിട്ടുകൊടുത്താൽ നീ ഒന്നുമല്ലാതായിത്തീരും. നിന്റെ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളിവിടെ നിർവീര്യമാക്കരുത്. സുഖപ്പെടാത്ത മുറിവ് പോലെ തിന്മയുടെ ശക്തി നമ്മളെ എപ്പോഴും നമ്മുടെ മുറിവ് പുത്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ഷമിക്കാതിരിക്കാൻ ഒന്നിനു പിറകെ ഒന്നായിട്ട് വീണ്ടും ദ്രോഹങ്ങൾ എന്നെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആ വ്യക്തിയിൽ നിന്നല്ല, പല വ്യക്തികളിൽ നിന്നും. അങ്ങനെ എൻ്റെ ഈ മറ്റുള്ളവരിൽ നിന്നും ഏറ്റ മുറിവും വെറുപ്പിനും വിദ്വേഷത്തിനും കാരണമായ ഈ മുറിവ് തിന്മയുടെ ശക്തി ഓരോ നിമിഷവും പുത്തനാക്കിക്കൊണ്ടിരിക്കുന്നു, വളരെ ഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിൽ അങ്ങ് ജീവിക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1442 വാക്ക് പറയുന്നു, തൻ്റെ സഭ മുഴുവനും അവളുടെ പ്രാർത്ഥനയിലും ജീവിതത്തിലും പ്രവൃത്തിയിലും തൻ്റെ രക്തം വിലയായി കൊടുത്ത് താൻ നേടിയ പാപമോചനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും അടയാളവും ഉപകരണവുമായിരിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു. തൻ്റെ സഭ മുഴുവനും അവരുടെ പ്രാർത്ഥനയിലും ജീവിതത്തിലും പ്രവൃത്തിയിലും തൻ്റെ രക്തം വിലയായി കൊടുത്ത് താൻ നേടിയ പാപമോചനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും അടയാളവും ഉപകരണവും ആയിരിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു. ക്രിസ്തുവിന് ആഗ്രഹിക്കാൻ കാരണം ക്രിസ്തു തൻ്റെ രക്തമാണ് ഇതിനെല്ലാം വിലയായി കൊടുത്തത്. അപ്പോൾ തൻ്റെ രക്തം വിലയായി കൊടുത്ത് വീണ്ടെടുത്ത സഭാമക്കൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കർത്താവ് ഇടതരുകയാണ്. അതായത് ഒരു തെറ്റും ചെയ്യാത്ത ദൈവപുത്രൻ്റെ മേൽ എല്ലാ തെറ്റുകളും ആരോപിച്ച് കുരിശിൽ തറച്ചു കൊന്നിട്ടും വേദനയുടെ നടുവിൽ കിടന്നും ക്ഷമിക്കുകയും ക്ഷമിക്കാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത ഈശോ ആ സഹനത്തിൻ്റെ ആഴം പോകുന്നത് തൻ്റെ രക്തം മുഴുവനും ഇതിനെല്ലാം വിലയായി അവൻ നൽകി, നമുക്കെല്ലാം വിലയായി അവൻ നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് തൻ്റെ സഹനത്തിൻ്റെ ഒരു അല്പം വീതം മക്കൾക്ക് വീതിച്ച് നൽകിയിരിക്കുകയാണ്. യഹൂദരിൽ നിന്ന് സഹിച്ച പിടകൾ, പരസ്യ ജീവിതകാലത്ത് മുഴുവനും താൻ അനുഭവിച്ച കുറ്റപ്പെടുത്തലുകളും ആ ഒറ്റപ്പെടുത്തലുകളും, പീഡാസഹനത്തിൻ്റെ സമയത്ത് യേശു ഏറ്റെടുത്ത എല്ലാ സഹനങ്ങളും അല്ല. ആ രക്തം പാനം ചെയ്യാനും ആ ശരീരം ഭക്ഷിക്കാനും ഈ രോഗത്തിൻ്റെ ദിവ്യ ഔഷധമായിട്ട് അവിടുന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പകർച്ചവ്യാധി വരുമ്പോൾ അതിനുള്ള പ്രതിരോധ മരുന്ന് ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാറുണ്ട്. എന്തിനാണ്? ആ രോഗം വരാതിരിക്കാൻ. പോളിയോ, ചാമ്പനി,
ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ട സമയത്ത് പ്രതിരോധം കൊടുക്കുന്നുണ്ട്. ഈ പ്രതിരോധമാണ് അത് സ്വീകരിക്കുന്ന വ്യക്തിയെ ശക്തിപ്പെടുത്തുന്നത്. ആ രോഗത്തിൻ്റെ അണുക്കൾ എൻ്റെ ഉള്ളിൽ കയറിയാലും എൻ്റെ ചുവന്ന രക്താണുക്കൾ അതിനെതിരെ പോരാടി അതിനെ പരാജയപ്പെടുത്തി എന്നെ ആ രോഗത്തിൽ നിന്ന് രക്ഷിക്കും. ഇതുപോലെ ഈശോ തൻ്റെ ശരീരവും രക്തവും ദിവ്യ ഔഷധമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാ രോഗത്തിനും ഔഷധമാണ്. വെറുപ്പിനും വിദ്വേഷത്തിനും മാത്രമല്ല, സകല തിന്മയ്ക്കും പാപത്തിനും ദിവ്യ ഔഷധമാണ്. ഈ പ്രതിരോധ മരുന്ന് ഈ കുത്തിവയ്പ്പ് നമ്മൾ എടുക്കുന്നു എങ്കിൽ ഇത് നമുക്ക് നിത്യവും എടുക്കാൻ പറ്റുന്നതാണ്. ഈ കുത്തിവയ്പ്പ് ഇത് നമ്മൾ നിത്യവും എടുക്കുന്നു എങ്കിൽ ഈ രോഗത്തിന് നമ്മൾ ഒരിക്കലും, തിന്മയാകുന്ന വലിയ രോഗങ്ങൾക്ക് നമ്മൾ ഒരിക്കലും അടിമപ്പെടുകയില്ല. കാരണം ഇത് ദിവ്യ ഔഷധമാണ്. നമ്മളെടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ പോലെയല്ല, ഇത് ദിവ്യ ഔഷധമാണ്. നമ്മുടെ വിഷമം എന്താണ്? എന്നെ ഇത്രയും വേദനിപ്പിച്ച, എന്നെ ഇത്രയും ദ്രോഹിച്ചവനോട് ഞാൻ ക്ഷമിച്ചു, ക്ഷമ നൽകി. എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം, അവന് അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും തക്കതായ നഷ്ടം വരണം, തക്കതായ ഒരു തിന്മ, എന്നെ ഉപദ്രവിച്ചതിൻ്റെ ഒരു ഫലം, ഒരു തിന്മ, അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാട്, അല്ലെങ്കിൽ ഒരു രോഗം, അല്ലെങ്കിൽ അവനൊരു തകർച്ച, അല്ലെങ്കിൽ അവൻ മരിക്കണം. നമ്മളിങ്ങനെ വിചാരിക്കും. അതാണ് എൻ്റെ വിഷമം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും, മറന്നു എന്ന് പറഞ്ഞാലും, വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാലും, ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തിന്മ പിശാച് കൊണ്ടുപോയി നിക്ഷേപിക്കും. ആ നിക്ഷേപിച്ച തിന്മ എടുത്തു കളയാതെ ഈ ദിവ്യ ഔഷധവും ഫലപ്രദമാവില്ല, ദിവ്യ ഔഷധവും പ്രവർത്തിക്കില്ല. നമ്മളതിൽ നിന്ന് രക്ഷപ്പെടുകയും ഇല്ല. അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ അവൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അവന് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ്റെ നന്മ ആഗ്രഹിക്കണം. തന്നെ കുരിശിൽ തറച്ചവർ പോലും നശിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചില്ല. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർക്കൊരു നാശം വരരുതേ എന്നാണ് ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചത്. ഇതായിരിക്കണം നമ്മുടെയും പ്രാർത്ഥന. കർത്താവ് സ്നേഹത്തിന് കൊടുത്ത വലിയ പ്രാധാന്യമാണ് ഈ തിന്മ നമ്മളെ കീഴ്പ്പെടുത്തുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കർത്താവ് സ്നേഹത്തിന് കൊടുത്ത വലിയൊരു പ്രാധാന്യമാണ്. ഏറ്റവും വലിയ നിയമമാണ് യേശു നൽകിയത്, സ്നേഹം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, അതുമൂലം നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണെന്ന് എല്ലാവരും അറിയും. ഒരു അടയാളം, നമുക്ക് നൽകിയിരിക്കുന്ന ഐഡൻറ്റിറ്റി കാർഡാണ് സ്നേഹം. ഈ സ്നേഹമെന്ന ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടാണ് നമ്മൾ നിത്യവും ജീവിക്കേണ്ടത്. അപ്പം കർത്താവ് ഈ സ്നേഹത്തിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കർത്താവ് ഈ വലിയ പ്രാധാന്യം കൊടുത്തുവെന്ന് തിന്മയുടെ ശക്തി വളരെ നന്നായിട്ട് അറിയുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്തതിനിട്ട് തന്നെയാണ് തിന്മ എപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് ദൈവത്തിൻ്റെ മക്കളെ ഉപയോഗിച്ച്. അപ്പം നമ്മളെ വീണ്ടും വീണ്ടും ദ്രോഹിക്കാനുള്ള കാരണം ഇതാണ്. ദൈവം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഈ സ്നേഹത്തിനാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ആ സ്നേഹത്തിന്, അതിനെതിരെയാണ് പിശാച് എപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുന്നതും. നമ്മുടെ ഉള്ളിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ വിത്തുകളും ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഭാഗീയ ചിന്തയുടേതും ആണ്. അപ്പോൾ ഈ ചിന്തകൾ വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, തിന്മയുടെ ശക്തി, പൈശാചിക ശക്തി നമ്മുടെ ഇടയിൽ വിതച്ചിട്ട് ഓടിക്കളയുന്ന വിത്തുകളാണിത്. കളകളുടെ ഉപമയിൽ ഈശോ അത് പറയുന്നുണ്ട്. ശത്രുവാണ് ഇത് ചെയ്തത്. ഗോതമ്പിനിടയിൽ നല്ല ഗോതമ്പിൻ്റെ വിത്തുകൾ തന്നെയാണ് യജമാനൻ വിതച്ചത്. പക്ഷേ ആരാണ് ഈ കളകൾ? ശത്രുവാണ് അത് ചെയ്തത്. ജോലിക്കാർ അവനോട് പറയുന്നു, ആരാണിത് ചെയ്തത്? ഗോതമ്പിൻ്റെ ഇടയെല്ലാം ഇടയിൽ കളകൾ നിൽപ്പുണ്ടല്ലോ യജമാനന് വളരെ വേഗം കാര്യം മനസ്സിലായി, ആ ശത്രുവാണ് അത് ചെയ്തത്. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രമാണം ഈശോ നമുക്ക് നൽകി, സ്നേഹിക്കാൻ മാത്രം നമ്മളെ നിർബന്ധിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കളകൾ വിതയ്ക്കുന്നതും അതിൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വിഭാഗീയ ചിന്തയും നിറച്ച് നമ്മളെ അശുദ്ധരാക്കുന്നതും നമ്മളെ മലിനമാക്കുന്നതും നമ്മുടെ ജീവിതം വഷളാക്കുന്നതും തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനമാണ് എന്ന് ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. കർത്താവ് ദൈവം ഏറ്റവും വലിയ കാര്യമായി സ്നേഹം തന്നു. അത് തട്ടിത്തെറിപ്പിക്കാനാണ് പിശാച് എന്നും ആഗ്രഹിക്കുക. കാരണം
കർത്താവിൻ്റെ എല്ലാ സഹനങ്ങളും ഈ സ്നേഹത്തെ പ്രതിയായിരുന്നു. ഈ സ്നേഹത്തെ പ്രതിയാണ് അവിടുന്ന് സഹിച്ചത് മുഴുവൻ. അതിനാൽ ഈ സ്നേഹത്തെ നിർവീര്യമാക്കുവാനാണ് വിദ്വേഷം എന്ന തിന്മയുമായി പിശാച് എപ്പോഴും കയറി വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പം എനിക്കെതിരെ പ്രവർത്തിക്കുന്ന, എനിക്കെതിരെ സംസാരിക്കുന്ന, എനിക്ക് നിത്യവും ദോഷം വരുന്ന, തുടരെ എന്നെ ഉപദ്രവിക്കുന്ന ആ മനുഷ്യനല്ല ഇതിൻ്റെ പിന്നിൽ. ആ മനുഷ്യനിൽ വന്നിരിക്കുന്ന പൈശാചിക സ്വാധീനമാണ് ഈ തിന്മയ്ക്കും ഞാൻ ഈ ഉപദ്രവവും ഈ ക്ഷതവും ഏൽക്കാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ആ വ്യക്തിയോടല്ല, നമ്മളെ നശിപ്പിക്കുന്ന പൈശാചിക ശക്തിയോടാണ് നമുക്ക് പ്രതികാരം ചെയ്യേണ്ടത്. ഒരിടത്ത് ഒരു ചേട്ടനും അനുജനും ഉണ്ടായിരുന്നു. സ്വത്ത് വീതം വെച്ചപ്പോൾ അവർ രണ്ടുപേരും പിണങ്ങാനിടയായി. കാരണം ചേട്ടനെല്ലാം തട്ടിയെടുത്തു എന്നാണ് അനുജൻ പറയുന്നത്. അനുജനാകപ്പാടെ ദുഃഖിതനായി, വെറുപ്പായി, ദുഃഖമായി, പ്രതികാരമായി. അതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കാനും തുടങ്ങി. അവൻ്റെ സ്വഭാവം ആകപ്പാടെ മാറി. അവൻ്റെ എല്ലാ പെരുമാറ്റ രീതികളും മാറി. അവന് ദൈവത്തോടുള്ള അവൻ്റെ കാഴ്ചപ്പാട് മാറി. പള്ളിയോടുള്ള അവൻ്റെ കാഴ്ചപ്പാട് മാറി. അവൻ്റെ കുടുംബത്തോടും അവൻ്റെ ഭാര്യയോടും മക്കളോടുമുള്ള അവൻ്റെ കാഴ്ചപ്പാടുകളും സ്വഭാവവും പെരുമാറ്റവും അതോടെ മാറി. തിന്മ 50% അവിടെ വിജയിച്ചു. ആ വെറുപ്പും വിദ്വേഷവും വിധിക്കുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ തയ്യാറായില്ല. ഭാര്യയും മക്കളും വളരെ സ്നേഹപൂർവ്വം ഉപദേശിച്ചു. അവരൊത്തിരി പ്രാർത്ഥിച്ചു. വികാരിയച്ഛൻ ഉപദേശിച്ചു, രാഷ്ട്രീയക്കാരുപദേശിച്ചു, നാട്ടുമധ്യസ്ഥന്മാരുപദേശിച്ചു. എല്ലാവരും പരാജയപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പോൾ ഈ വെറുപ്പും വിദ്വേഷവും ഈ ദുഃഖവും പ്രതികാരവും അനുജനെ രോഗിയാക്കി. മാരക രോഗത്തിന് അവനെ അടിമയാക്കി. തൻ്റെ അനുജൻ മാരക രോഗത്തിന് അടിമയാണ് എന്നറിഞ്ഞ് ജ്യേഷ്ഠൻ കാണാനായി ഹോസ്പിറ്റലിലെത്തി. വാതിൽക്കൽ ജ്യേഷ്ഠനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞ് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അവിടെയും അവൻ ക്ഷമിക്കാൻ തയ്യാറായില്ല. മരണം വരെ ക്ഷമിക്കില്ല എന്ന് അവൻ പ്രതിജ്ഞ ചെയ്തു. അവസാനം വികാരിയച്ഛൻ കുമ്പസാരിക്കാൻ ഉപദേശിച്ചു. പലതവണ പറഞ്ഞിട്ടും നിഷേധിച്ചു. ഈ ആത്മാവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വികാരിയച്ഛനും തീരുമാനിച്ചു. അവസാനം സമ്മതിച്ചു. ഏറെ ദിവസങ്ങളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം അവൻ കുമ്പസാരിച്ചു. കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ സൗഖ്യത്തിലേക്ക് വരാൻ ആരംഭിച്ചു. പൂർണ്ണ ആരോഗ്യവാനായി ഏതാനും മാസങ്ങൾ കൊണ്ട് അവൻ പഴയ ജീവിതത്തിലേക്ക് വന്നു. അവൻ പറയുന്നു, എൻ്റെ മുമ്പിൽ ഒരു പുതിയ ലോകം തുറന്നു കിട്ടി. എൻ്റെ മുമ്പിൽ ഒരു പുതിയ ലോകം തുറന്നു കിട്ടി. ഇത്രയും കാലം ഞാൻ ഇടുങ്ങിയ ഒരു ലോകത്തായിരുന്നു. 1 യോഹന്നാൻ 2:11 എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. അതാണ് ഈ അനുജന് സംഭവിച്ചത്. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കി. എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിഞ്ഞില്ല. അവൻ പോയത് അന്ധകാരത്തിൽ നിന്നും വീണ്ടും അന്ധകാരത്തിലേക്കും വീണ്ടും അന്ധകാരത്തിലേക്കും അവിടുന്ന് പാതാളത്തിലേക്കുമാണ് അവൻ പോയത്. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് അവൻ പോയത് എന്ന് അവൻ അറിഞ്ഞില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിത്യവും നമ്മൾ ഒരു വിശുദ്ധീകരണം നടത്തണം. കുമ്പസാരമെന്ന വിശുദ്ധ കുദാശയിലൂടെ, ദിവ്യകാരുണ്യമെന്ന ദിവ്യ ഔഷധത്തിലൂടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നേടാൻ നമുക്ക് സാധിക്കും. അതിനാൽ തിരുരക്തം വിലയായി നൽകിയവനാണ് പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. നമുക്ക് പൊറുക്കാൻ കഴിയുന്നത്, ക്ഷമിക്കാൻ കഴിയുന്നത്, എല്ലാം വിട്ടുകളയാൻ കഴിയുന്നത് ഈ ദിവ്യ ഔഷധത്തിൻ്റെ ശക്തിയാണ്. കാരണം എന്നേക്കും ജീവിക്കേണ്ട മരുന്നാണ് ദിവ്യകാരുണ്യം എന്ന മഹാ അത്ഭുതത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകം
18-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. അവിടെ ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ വലിയൊരു യുദ്ധമായിരുന്നു. ഫിലിസ്ത്യരുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഗോലിയാത്ത്. എന്നാൽ ഇസ്രായേൽക്കാരുടെ ഏറ്റവും വലിയ ഭീഷണിയും ദുഃഖവും വലിയൊരു ശത്രുവുമായിരുന്നു ഗോലിയാത്ത്. അവൻ നിത്യവും ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ചിത്ത വിളിക്കും. ഈ ഭീകര മനുഷ്യനോട് മല്ലിടാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇവൻ ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണിലെ ഒരു കരടായിട്ട് തീർന്നു. അവസാനം ദൈവം ദാവീദിനെ ഉപയോഗിച്ച് അവനെ തകർത്തു. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. കാരണം അത്ര മഹത്തായ കാര്യമാണ് അവർ ചെയ്തത്. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു. അവർ ആർത്തുപാടി സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ദാവീദ് സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. അതാണ് അവർ ആർത്തുപാടിയത്. സന്തോഷം കൊണ്ട് മതിമറന്ന് പാടിയതാണ്. സാവൂൾ ഇത് കേട്ടു. സാവൂൾ കണക്ക് കൂട്ടി നോക്കി. 10,000 കൊന്നത് ദാവീദാണ്. സാവൂൾ 1000 കൊന്നത്. 9,000 കുറവുണ്ട് അവിടെ. ഇവന് 9,000 കൂടുതൽ. എന്നിട്ട് സാവൂൾ കോപാകുലനായി. അവൻ പറഞ്ഞു, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്കോ 1000. ഇനി രാജത്വമല്ലാതെ മറ്റെന്താണ് അവന് കിട്ടാനുള്ളത്? അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. സ്നേഹമുള്ള സഹോദരങ്ങളെ, തിന്മ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണ്. സത്യം ദാവീദാണ് ഗോലിയാത്തിനെ കൊന്നത്. അതിനുശേഷം 10,000 വകവരുത്തിയത് ദാവീദാണ്. പക്ഷെ സാവൂൾ അന്ന് രാജാവാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാവൂൾ കോപാകുലനായത്. അവൻ പറഞ്ഞു, 10,000 അവന് കൊടുത്തു, 9,000 എനിക്ക് കുറവാണ്. രാജത്വമല്ലാതെ മറ്റൊന്നും ഇനി അവന് കിട്ടാനില്ല. അന്ന് മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. 1 സാമുവേൽ 19-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. ദാവീദിനെ കൊന്നുകളയണമെന്ന് സാവൂൾ ജോനാഥാനോടും ഭൃത്യന്മാരോടും കൽപ്പിച്ചു. ഇങ്ങനെ സാവൂൾ ശത്രുത വർദ്ധിപ്പിച്ച് തിന്മയിൽ കുടുങ്ങി. അവനെ ഒരു ദുരാത്മാവ് ബാധിച്ചു. 1 സാമുവേൽ 15-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. അവസാനം ഈ തിന്മ മുഴുവനും വർദ്ധിച്ചു വന്ന് അവൻ ദൈവസന്നിധിയിൽ നിന്നും രാജാവ് തിരസ്കൃതനായി. കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് നിന്നെ രാജ്യത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. ദൈവത്തിനെതിരായും അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ദാവീദിനോടുള്ള ശത്രുത വളർന്ന് എല്ലാ തരത്തിലും ശത്രുതയും എല്ലാ തരത്തിലും തിന്മയുമായി സാവൂൾ അധപ്പതിച്ചു. ഒരു ദുരാത്മാവ് അവനിൽ ആവസിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അന്ധകാരത്തിലായി. അവനെല്ലാം നഷ്ടമായി. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ കുടികൊള്ളുന്ന വെറുപ്പും വിദ്വേഷവും നമ്മളെ ഇല്ലാതാക്കുന്നു. 1 യോഹന്നാൻ 2:11. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. ഇതാണ് അപകടം. ദിവ്യ ഔഷധം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അവിടുത്തെ ശരീരവും രക്തവും. അത് സ്വീകരിച്ച് വലിയ കൃപയുടെ അനുഗ്രഹത്തിലേക്ക് വരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, ഞങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉടവായപ്പോൾ മുതൽ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയം, അന്നു മുതൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ ഹൃദയത്തിൽ നന്മയല്ലാതെ ഒരു തിന്മയും പ്രവേശിക്കാനും ഒരു വിദ്വേഷവും അതിൽ നടമാടാനും അങ്ങ് അനുവദിക്കരുതേ. ദിവ്യകാരുണ്യമെന്ന ദിവ്യ ഔഷധം നിത്യവും സ്വീകരിച്ച് ഞങ്ങളെ ശക്തി പ്രാപിപ്പിച്ച് ഞങ്ങളെ അതിൻ്റെ ചൈതന്യത്തിൽ, ആ ദിവ്യകാരുണ്യത്തിൻ്റെ ചൈതന്യത്തിൽ നിലനിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, എപ്പോഴും ഞങ്ങളെ വിശുദ്ധരായി കാത്തുകൊള്ളണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.